നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ? ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ കടൽക്കള്ളന്മാർ വെറും കള്ളന്മാരല്ല, അവർ സ്വന്തമായി രാജ്യങ്ങൾ പോലെ ജീവിച്ചിരുന്നുവെന്ന്. സത്യമെന്തെന്നാൽ ചില പൈററ്റുകൾക്ക് സ്വന്തം നിയമങ്ങളുണ്ടായിരുന്നു, സ്വന്തം പതാക, പോലും സ്വന്തം ഡെമോക്രസി. പക്ഷേ അവരുടെ ജീവിതം എത്ര സ്വാതന്ത്ര്യമായിരുന്നുവോ അത്ര തന്നെ ക്രൂരവുമായിരുന്നു. ഇന്ന് നാം കടലിന്റെ ആഴങ്ങളിലേക്കിറങ്ങും. പൈററ്റുകളുടെ യഥാർത്ഥ ജീവിതം, അവരുടെ ചരിത്രം, അതും അവർ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു. കടൽ മനുഷ്യനെപ്പോഴും ഒരു രഹസ്യമായ ലോകമാണ്. വിപുലമായ നീല, അവിടെ നിയമങ്ങളില്ല, അവിടെ അതിർത്തികളില്ല. അതിനാൽ തന്നെയാണ് ആ ലോകം ചിലർക്കായി സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗമായി മാറിയത്. പക്ഷേ എന്തുകൊണ്ടാണ് ആളുകൾ പൈററ്റുകളായത്? കാരണം അവർക്ക് മറ്റൊരു വഴിയില്ലായിരുന്നു. 1600, 1700 കാലഘട്ടം. കടൽ വ്യാപാരം വളർന്നുകൊണ്ടിരുന്നു. യൂറോപ്പിലെ രാജാക്കന്മാർ സ്വർണം, മസാലകൾ, സമ്പത്ത് ഇവയ്ക്കായി കപ്പലുകൾ അയച്ചു. പക്ഷേ ആ കപ്പലുകളിൽ ജോലി ചെയ്തിരുന്നവർ, അവരുടെ ജീവിതം ഒരു നരകമായിരുന്നു. തീരെ കുറഞ്ഞ ഭക്ഷണം, ദിവസങ്ങളോളം ഉറക്കമില്ല, ക്രൂരമായ ശിക്ഷകൾ. ഇത് സഹിക്കാൻ കഴിയാത്ത ചിലർ ഒരു ദിവസം ഒരു അങ്ങനെ കടൽക്കൊള്ളക്കാർ ജനിച്ചു. പൈററ്റുകളുടെ ജീവിതം നിങ്ങൾ സിനിമകളിൽ കാണുന്നതുപോലെ ഗ്ലാമറസ് അല്ല. അതൊരപകടം നിറഞ്ഞ അവിശ്വസനീയമായ യാത്രയാണ്. അവരുടെ നിയമങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ പൈററ്റുകൾക്ക് സ്വന്തം നിയമങ്ങളുണ്ടായിരുന്നു. ഓരോ കപ്പലിലും ഒരു കോഡുണ്ടായിരുന്നു. ആരും മറ്റൊരാളുടെ ഭക്ഷണം മോഷ്ടിക്കരുത്, പോരാട്ടത്തിൽ നിന്ന് പിന്മാറരുത്, കിട്ടുന്ന സമ്പത്തെല്ലാം പങ്കിടണം. അതിലേറ്റവും വിചിത്രമെന്തെന്നാൽ അവരുടെ ക്യാപ്റ്റനെപ്പോലും അവർ വോട്ടിലൂടെ തിരഞ്ഞെടുക്കും. ഒരു നിമിഷം ചിന്തിക്കുക. ഒരു കള്ളന്മാരുടെ കൂട്ടം ജനാധിപത്യമായി തീരുമാനങ്ങൾ എടുക്കുന്നു. പൈററ്റുകളുടെ ദിവസങ്ങൾ വളരെ കഠിനമായിരുന്നു. കപ്പലിൽ മാസങ്ങളോളം കടലിൽ. ഭക്ഷണം പഴകിയതാണ്, വെള്ളം പോലും മലിനം, രോഗങ്ങൾ, പല്ലുകൾ പോലും വീഴുന്ന അവസ്ഥ. അതിനെ സ്കർവി എന്ന് വിളിക്കും. പക്ഷേ ഇതൊന്നും അവരെ തടഞ്ഞില്ല. കാരണം ഒരു വലിയ സ്വപ്നം അവർക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വലിയ കപ്പൽ പിടിച്ചാൽ ജീവിതം മാറും. 3. ആക്രമണം, അവരുടെ പ്രധാന ജീവിതം. ഒരു പൈററ്റ് കപ്പൽ ഒരു വ്യാപാര കപ്പലിനെ കാണുമ്പോൾ അതൊരു ഗെയിം പോലെയായിരുന്നു. അവർ പതാകയുയർത്തും. ആ കറുത്ത പതാക, ജോളി റോജർ, അതൊരു മുന്നറിയിപ്പായിരുന്നു. നിങ്ങൾ കീഴടങ്ങുക, അല്ലെങ്കിൽ മരണം. പലപ്പോഴും വ്യാപാര കപ്പലുകൾ പോരാടാതെ കീഴടങ്ങും. കാരണം പൈററ്റുകൾക്ക് കരുണ കുറവായിരുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ പോരാട്ടം ഒഴിവാക്കാനാവില്ല. ആ സമയത്ത് കടൽ രക്തം കൊണ്ട് ചുവന്നു. ചരിത്രത്തിൽ ചില പൈററ്റുകൾ ഇന്നും ഒരു ലെജൻഡായി ജീവിക്കുന്നു. ഉദാഹരണത്തിന് ബ്ലാക്ക് ബിയർഡ്. അവൻ തന്റെ താടി കത്തിച്ചു, ഭീകരമായി തോന്നാൻ. അവനെ കണ്ടാൽ തന്നെ പലരും പേടിച്ചു കീഴടങ്ങും. മറ്റൊരാൾ ക്യാപ്റ്റൻ കിഡ്. ആദ്യത്തിൽ അവനൊരു നിയമാനുസൃത കടൽക്കാരനായിരുന്നു. പക്ഷേ ഒരു തീരുമാനമെടുത്തതോടെ അവൻ തന്നെ ഒരു കള്ളനായി മാറി. ഇവരുടെ കഥകൾ കേൾക്കുമ്പോൾ ഒരു സിനിമ പോലെ തോന്നാം, പക്ഷേ ഇത് യഥാർത്ഥ ചരിത്രമാണ്. പൈററ്റുകളുടെ സ്വാതന്ത്ര്യം ദീർഘകാലം നിലനിന്നില്ല. രാജ്യങ്ങൾ അവരെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നാവികസേന കടലിലേക്കിറങ്ങി. പൈററ്റുകൾക്ക് നേരെ യുദ്ധം തുടങ്ങി. ഒരുത്തനെ പിടിച്ചു, ചിലരെ പൊതുസ്ഥലങ്ങളിൽ വധിച്ചു. അതൊരു മുന്നറിയിപ്പായിരുന്നു. പൈററ്റാകുന്നത് സ്വാതന്ത്ര്യമല്ല, മരണത്തിലേക്കുള്ള വഴി. അവസാനം പൈററ്റുകളുടെ സ്വർണകാലം അവസാനിച്ചു. പൈററ്റുകളുടെ കഥ വെറും കള്ളന്മാരുടെ കഥയല്ല, അത് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ആളുകളുടെ കഥയാണ്. അതും തെറ്റായ വഴിയിൽ പോയപ്പോൾ അതെങ്ങനെ അവസാനിക്കുന്നു എന്നൊരോർമ്മപ്പെടുത്തൽ. കടൽ ഇന്നും അവിടെത്തന്നെ, നിശബ്ദമായി. പക്ഷേ അതിനുള്ളിൽ മറഞ്ഞുകിടക്കുന്നത് ആയിരക്കണക്കിന് കഥകളാണ്. പൈററ്റുകളുടെ, അവരുടെ സ്വപ്നങ്ങളുടെ, അവരുടെ മരണങ്ങളുടെ. നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ
എല്ലാ അപകടങ്ങളും അറിയാമായിരുന്നാലും നിങ്ങളൊരു പൈററ്റ് ആകുമോ?